ഹലോ, അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വാട്ടർ ലില്ലീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഫ്ലവർ വന്നതും കറക്റ്റ് ഐഡിയ മനസ്സിലായതുമായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ റേറ്റ് ഒരു 60 രൂപ 50 രൂപ മുതലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം സെയിലിനായിട്ട്. വിവി പാരസും ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്നതും അതിൻ്റെ ട്യൂബർ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ട്യൂബറും ഒക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയയ്ക്കുക, കോളുകൾ ഒഴിവാക്കണേ. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കസ്റ്റമർ വന്നു, ഒത്തിരി കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു കോളുകൾ ഒഴിവാക്കണം, കോളുകൾ ചെയ്യരുത്, എനിക്ക് എടുക്കാനുള്ള സാഹചര്യം ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ വീഡിയോ ഇടുന്നു, കോൾ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനു വീഡിയോ ഇടുന്നു എന്ന് എന്നോടൊരു ഡയലോഗ് ചോദിച്ചു. അപ്പം നമ്മൾ പറയുന്നുണ്ട്, നമുക്കിപ്പം കോളുകൾ എടുക്കുക, സെയിൽ വീഡിയോ റീസെയിൽ എന്നല്ല, ഞാൻ എൻ്റെ പ്ലാൻസ് സെയിൽ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, അത് പിന്നെ റീപ്പോർട്ട് ചെയ്യുന്നു, നട്ടുവയ്ക്കുന്നു, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. റീസെയിൽ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് നട്ടുവയ്ക്കേണ്ട, അവർക്ക് മറ്റൊരാളുടെ പ്ലാന്റ്സ് വരുന്നു, ഓർഡർ എടുത്ത് പാക്ക് ചെയ്ത് അയച്ചാൽ മാത്രം മതി. പക്ഷേ എനിക്കങ്ങനെയല്ല, ഞാനൊരു ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് അത് നട്ടുവെച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് നല്ലപോലെ ഒരുപാട് നമുക്ക് കഷ്ടപ്പാടും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സമയവും ഇല്ല കേട്ടോ. കോൾ എടുത്ത് സംസാരിക്കുന്നത് നമുക്ക് സമയമില്ല. അതുകൊണ്ട് പാക്കിങ്ങിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് കോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വരുമ്പോൾ നിങ്ങൾ എന്തിനു സെയിൽ വീഡിയോ ഇടുന്നു, അങ്ങനത്തെ ഡയലോഗൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് കേട്ടോ. ഞാൻ മെസ്സേജിന് അന്നേരം റിപ്ലൈ തരുന്ന ഒരാളാണ്. എൻ്റെ മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കറിയാം, ഞാൻ അന്നേരം റിപ്ലൈ തരുന്ന ആളാണ്. അല്ലെങ്കിൽ കൂടിപ്പോയി 1 മണിക്കൂറൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, വീടുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കണം, പ്ലാൻസിൻ്റെ കാര്യം നോക്കണം, സെയിലിൽ വീഡിയോ ഇടണം, എഡിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യണം, ചിലപ്പം കൊറിയർ ഓഫീസിൽ കൊടുക്കുകയും ചെയ്യണം, DTDC കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് നല്ലപോലെ തിരക്കുള്ള സമയമാണ് കേട്ടോ. അപ്പം വെറൈറ്റീസ് കൂടുന്നതനുസരിച്ച് നമുക്ക് തിരക്കുകൾ നല്ലപോലെ നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. ഹെൽപ്പിന് ആളുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല, പക്ഷേ എന്നാലും നമുക്ക് നല്ലപോലെ സമയം വേണ്ടി വരും കേട്ടോ. നമുക്ക് സമയമില്ല, ഒട്ടും സമയമില്ല. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പാക്കിങ്ങും ഇതെല്ലാം നമുക്ക് ഭയങ്കര പാടുമാണ്. ഈ എല്ലാത്തിൻ്റെയും കാര്യം നമുക്ക് പാക്ക് ചെയ്യാനും കൊണ്ട് കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾഡ് ഔട്ട് പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് സോൾഡ് ഔട്ട് പറയാൻ പറ്റത്തില്ല. കാരണം സോൾഡ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വേറെയും പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ എല്ലാ പ്ലാൻസും തീർന്നു പോയെന്നും പറഞ്ഞാൽ എനിക്ക് സോൾഡ് ഔട്ട് പറയാൻ പറ്റത്തില്ല. കാരണം വേറെയും പ്ലാൻസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു പ്ലാന്റ് മാത്രമല്ലല്ലോ. അപ്പം അങ്ങനെ നമുക്ക് സോൾഡ് ഔട്ടും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കസ്റ്റമർ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോളുകൾ ഒഴിവാക്കണം, ദയവ് ചെയ്ത് ഒഴിവാക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നടാൻ അറിയാൻ മേലാത്തവർ ഒന്ന് ചോദിച്ചിട്ട് നടുക കേട്ടോ. അത് ഞങ്ങൾ ഇപ്പം ആമ്പലൊക്കെ ആകുമ്പം കൈ കിട്ടുന്ന അന്നേരം ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കൈ കിട്ടുന്ന അന്നേരം നട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ അവർക്ക് ദേഷ്യം വന്നെന്നാണ് പറഞ്ഞത്. ഞാൻ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും എന്താ പറയുക, എനിക്കും അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ബുദ്ധിമുട്ടെന്നല്ല, എനിക്ക് എന്തൊക്കെയോ ദേഷ്യം വന്നു, ശരിയാണ്, സ്വാഭാവികം. നിങ്ങൾക്ക് പ്ലാന്റ് സെയിലിനില്ലെങ്കിൽ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് പറയാൻ പാടില്ല എന്നൊക്കെയാണ് ഡയലോഗ് അടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മെസ്സേജുകളും അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷേ ദയവേത് മനസ്സിലാക്കുക, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും മനുഷ്യരാണ്. അപ്പം ഒരുപാട് എന്താ പറയുക, ഇത്രയും വളർത്തിക്കൊണ്ട് വരുന്നതിനൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ട്. ടെറസിൻ്റെ മുകളിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഈ നടാനും ഒക്കെ മണ്ണൊക്കെ ചുമന്നുകൊണ്ട് കയറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് കാരണം ഒരു ആൾക്കാരെ നിർത്തി ചെയ്യിക്കാനുള്ളൊരു സാഹചര്യം എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം പ്ലാൻസ് വേണ്ടവർ ദയവ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ, ഇസ്ലാമറാടെയാണ്. 50 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേയിൽ അത് എന്താ പറയുക, എന്തോ പുഴു എന്താണ്ട് കടിച്ചതെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ ഇട്ട് തരാവേ.
ഫസ്റ്റ് ഡേയിലെ ഫ്ലവറാണ്, പക്ഷേ അതിൻ്റെ എന്തോ കടിച്ച്, അപ്പം ഇത് ചെറിയ പോട്ടിൽ സെയിൽ പോട്ടിലാണ് വെച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ ഫ്ലവറുമാണ് കേട്ടോ. അപ്പോൾ വിവി പാരസാണ്, ഇത് നോഡൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് വന്നിരിക്കുന്നത് 50 രൂപയാണ്. ഇസ്ലാം മൊറാഡയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി യെല്ലോ നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റാണ്. ഇതാ ട്യൂബർ ഉണ്ട് അടിയിൽ. ഈ പ്ലാന്റാണ് കേട്ടോ അയച്ചു തരുന്നത്. റേറ്റ് 200 രൂപയാണ്. യെല്ലോ നങ്വാങ്ങാണ് കേട്ടോ. അടുത്ത വെറൈറ്റി വൈറ്റ് സബ്സ്റ്റ്യൂണാണ് കേട്ടോ. വൈറ്റ് സബ്സ്റ്റ്യൂൺ ഒരു വിവി പാരസ് വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ലീഫിലൊക്കെ നോഡുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിവി പാരസ് വെറൈറ്റിയായ വൈറ്റ് സബ്സ്റ്റ്യൂണിൻ്റെ റേറ്റ് 200 രൂപയാണ്. നമുക്ക് ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും കേട്ടോ. 200 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്തൊരു ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ് കേട്ടോ. അത്രാൻസൻ ജൈജാൻറ്റിയാണ്. ഇത് മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലവറിന് വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ ഇതിപ്പോൾ 3ാമത്തെ ദിവസമായിട്ടോ വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ പ്ലാന്റും ഉണ്ട്, ട്യൂബറുണ്ട്, ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട്. ഇത് ഈ സെയിം പ്ലാന്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഫ്ലവർ വന്നത് പട്ട് വന്നതായിട്ടുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റ് വേണ്ടവരും മെസ്സേജ് അയയ്ക്കുക, ഫ്ലവറിങ് പ്ലാന്റ് വേണ്ടവരും മെസ്സേജ് അയയ്ക്കുക കേട്ടോ. 150 രൂപയാണ് റേറ്റ്. അടുത്ത വെറൈറ്റി ടിക്കാപ്പോണാണ്. ടിക്കാപ്പോണിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. റേറ്റ് 350 രൂപയാണ്. മൾട്ടിപ്പറ്റൽ വാട്ടർ ലില്ലിയാണ്. ട്യൂബറിൽ നിന്നാണ് കേട്ടോ നമുക്ക് തൈകൾ കിട്ടുന്നത്. 350 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്ത വെറൈറ്റി റൂബിയാണ് കേട്ടോ. റൂബിയുടെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. റൂബിയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 130 രൂപയാണ്. റൂബി ഒരു വിവി പാരസ് വെറൈറ്റിയാണ്. 130 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്ത വെറൈറ്റി ഇന്നസെൻസ് ആണ് കേട്ടോ. ഇന്നസെൻസും ഒരു വിവി പാരസ് വെറൈറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ വൈറ്റ് കളറ് ഫ്ലവറാണ് കേട്ടോ. ഇതാണ് ഫ്ലവറ്. ഇന്നസെൻസിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 80 രൂപയാണ്. അടുത്ത വെറൈറ്റി സബ് മോങ്കോളാണ് കേട്ടോ. സബ് മോങ്കോളിൻ്റെ ട്യൂബർ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ സബ് മോങ്കോൾ. സബ് മോങ്കോളിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് 250 രൂപയാണ് ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. മൾട്ടിപ്പെറ്റൽ മഞ്ഞ വാട്ടർ ലില്ലിയാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ്. ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 500 രൂപയാണ്. 500 രൂപയാണ് റേറ്റ്. ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. മൾട്ടിപ്പെറ്റലാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ്. എല്ലാത്തിനും ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടുപോകാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്വാങ്ങാണ് കേട്ടോ. പർപ്പിൾ നങ്വാങ്ങിൻ്റെ ബഡ് വന്ന പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ഈ സെയിം പ്ലാന്റാണ് കേട്ടോ അയച്ചിരുന്നത്. ബഡ് വന്ന പ്ലാന്റാണ്, ഫ്ലവറിങ് പ്ലാന്റാണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ് കേട്ടോ. വെറൈറ്റി മൾട്ടിപ്പെറ്റൽ വാട്ടർ ലില്ലിയായ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. പന്യാവയാണ്. പന്യാവയുടെ റേറ്റ് 700 രൂപയാണ്. ട്യൂബറിൽ നിന്നാണ് കേട്ടോ നമുക്ക് തൈകൾ കിട്ടുന്നത്. നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാനായിട്ട്. 700 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്ത ഇംഗ്ലീഷ് റോസാണ്. ഇംഗ്ലീഷ് റോസിൻ്റെ പ്ലാന്റാണ് കേട്ടോ ഇത്. റേറ്റ് വന്നിരിക്കുന്നത് 250 രൂപയാണ്. ഒരു നൈറ്റ് ബ്ലൂമറാണ്. ഒരു 10 മണി, രാവിലെ 10 മണി വരെയൊക്കെ അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നു. നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിനിപ്പോൾ ഒരു 2-3 പ്ലാന്റ്സ് കൂടെ കൊടുക്കാനുള്ളൂ. 2 പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ. 250 രൂപയാണ് റേറ്റ്. പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബറാണ് കേട്ടോ. ട്യൂബർ പ്ലാന്റ്. പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 200 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് കേട്ടോ. ട്യൂബർ പ്ലാന്റാണ്. പിങ്ക് കൊളറാട്ടയാണ് കേട്ടോ. പിങ്ക് കൊളറാട്ടയുടെ ട്യൂബറുള്ള പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. 80 രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ്. പിങ്ക് കൊളറാട്ടയാണ് കേട്ടോ. ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത്. ലീഫ് കണ്ടോ, ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ലീഫായിരിക്കും കേട്ടോ അതിന്, പിങ്ക് കൊളറാട്ടയ്ക്ക്. അടുത്ത വെറൈറ്റി ചോമ്പുമെമ്മോ ആണ് കേട്ടോ. ചോമ്പുമെമ്മോ ഒരു വിവി പാരസ് വെറൈറ്റിയാണ്. ചോമ്പുമെമ്മോൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് 150 രൂപയാണ് കേട്ടോ. അടുത്ത ഒരു വിവി പാരസ് വെറൈറ്റിയായ പനാമ പസഫിക്കാണ് കേട്ടോ. പനാമയുടെ പ്ലാന്റാണ് കേട്ടോ ഇത്. പനാമയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 120 രൂപയാണ്. ഒരുപാട് തൈകൾ നമുക്ക് കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു വിവി പാരസ് വെറൈറ്റിയായ കീലാർഗോ ആണ് കേട്ടോ. കീലാർഗോയുടെ പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റിൻ്റെ റേറ്റ് 80 രൂപയാണ്. കീലാർഗോ വിവി പാരസ് വെറൈറ്റിയാണ്. അടുത്ത വെറൈറ്റി പീച്ച് ബ്ലോ ആണ് കേട്ടോ.
പീച്ച് ബ്ലോയും വിവിപാരസ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 120 രൂപയാണ്. പീച്ച് ബ്ലോയുടെ പ്ലാന്റിൻ്റെ റേറ്റ് 120 കേട്ടോ. എല്ലാ ലീഫിലും നോഡുണ്ട്. ഇത് മച്ചുറായിട്ടുള്ള നോഡ് ഉള്ള ലീഫ് കട്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അടുത്തതും ഒരു വിവിപാരസ് വെറൈറ്റിയായ ഡൗബനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഡൗബനൊക്കെ പെട്ടെന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഡൗബൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപയാണ് കേട്ടോ. ഇത് ഒരു വിവിപാരസ് വെറൈറ്റിയാണ്. ലിൻസി വുഡാണ് കേട്ടോ. ലിൻസി വുഡിൻ്റെ റേറ്റ് 130 രൂപയാണ്. ലിൻസി വുഡും നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ലില്ലിയാണ്. നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. ഇതും വിവിപാരസ് ആണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയയ്ക്കുക കേട്ടോ.